ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കാത്തീസ് ഹോം കുക്കിംഗ്. ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫുൾ ചിക്കൻ റെസിപ്പിയാണ് ചെയ്യുന്നത്. അതിന് ഞാനിവിടെ 1 കിലോ വരുന്ന ഫുൾ ചിക്കൻ നല്ലതായി ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കത്തി ഉപയോഗിച്ച് ഇതുപോലെ ഫുൾ ഒന്ന് വരഞ്ഞു കൊടുക്കാം. അത്യാവശ്യം നല്ലതായി ഒന്ന് വരഞ്ഞു കൊടുക്കണം, എന്നാലേ മസാലയൊക്കെ ഉള്ളിലേക്ക് ചെന്ന് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് ഈ ചിക്കനിലേക്ക് പുരട്ടാനുള്ള ഒരു മസാല തയ്യാറാക്കിയെടുക്കാം. അതിന് ഇതുപോലൊരു ബൗളിലേക്ക് 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും പാകത്തിന് ഉപ്പും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മെൽറ്റ് ചെയ്ത ബട്ടറും കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ ബട്ടറിന് പകരം ഓയിലോ അല്ലെങ്കിൽ വെള്ളമോ ഒഴിച്ച് നമുക്ക് ഈ മസാല തയ്യാറാക്കാവുന്നതാണ്. അപ്പം ഞാൻ വീണ്ടും ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ലവണ്ണം വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വരഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് മസാല നല്ലവണ്ണം പരത്തി കൊടുക്കാം. ഇത് നമുക്ക് ഓവനും ഗ്രില്ലും ഒന്നും ഇല്ലാതെ തന്നെ എല്ലാവർക്കും വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ റെസിപ്പിയാണ്. ഇപ്പോൾ ചിക്കനിൽ മസാല മുഴുവൻ പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഒരു കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും നമ്മൾ ഈ ചിക്കൻ ഫ്രിഡ്ജിൽ വെക്കണം, ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി. ഇനി നമുക്ക് ചിക്കൻ്റെ ഉള്ളിൽ വെക്കാൻ ഒരു ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. അതിന് ഞാനിവിടെ സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ മെൽറ്റ് ചെയ്ത ബട്ടർ ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മുടെ ബട്ടർ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു ഹാഫ് ഫ്രൈ ആകുമ്പോൾ അതിന്റെ കൂടെ കുറച്ച് റേസിൻസും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം നമ്മളിത് തയ്യാറാക്കിയെടുക്കാൻ. ഇപ്പൊ നമ്മുടെ കാഷ്നട്ടും റേസിൻസും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് ഈ സെയിം പാനിൽ തന്നെ ചെറുതായി അരിഞ്ഞ സബോളയും ഒരു ലേശം ഉപ്പും പിന്നെ ഇതുപോലെ തീരെ ചെറുതായി അരിഞ്ഞ ക്യാരറ്റും പച്ചമുളകും ബെൽ പെപ്പറും കൂടി ചേർത്ത് നല്ലവണ്ണം ഇളക്കി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പൊ സബോളയും ക്യാരറ്റും ഒക്കെ ജസ്റ്റ് ഒന്ന് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കനിൽ പുരട്ടിയ ആ സെയിം മസാല ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ടും റേസിൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു ചെറിയ എരിവും മധുരവും ഒക്കെ കൂടിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിങ്സ് ആണ്. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് തണുക്കാൻ വേണ്ടി മാറ്റിവെക്കാം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചിക്കനിൽ മസാലയൊക്കെ നല്ലതുപോലെ പിടിച്ച് ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ ചിക്കന്റെ ഉള്ളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ്സ് ഇതുപോലെ സ്പൂണോ അല്ലെങ്കിൽ കൈയോ ഉപയോഗിച്ച് കുറച്ച് വെച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മൾ കുറച്ച് ഫില്ലിങ്സ് ഈ ചിക്കന്റെ ഉള്ളിൽ വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ കുറച്ച് ടൂത്ത് പിക്ക് എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ചിക്കനിലെ ഈ ഫില്ലിങ്സ് പുറത്തോട്ട് വരാതിരിക്കാൻ വേണ്ടി നമുക്കിത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കുത്തി വെച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രൈ ചെയ്യാനുള്ള ചിക്കൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഞാനിവിടെ സ്റ്റൗ ഓൺ ചെയ്ത് ഇതുപോലൊരു മൺചട്ടിയാണ് വെച്ചിരിക്കുന്നത്. ഇനി ഈ ചട്ടിയുടെ ഉള്ളിലേക്ക് നമുക്കൊരു വാഴയില വെച്ചു കൊടുക്കാം. എന്നിട്ടൊരു 5 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ നമ്മുടെ എണ്ണ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഈ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഈ എണ്ണയിലേക്ക് വെച്ചു കൊടുക്കാം. എന്നിട്ടൊരു ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് 10 മിനിറ്റ് കുക്ക് ചെയ്യാം. പിന്നെ വെളിച്ചെണ്ണയ്ക്ക് പകരം നമുക്കിഷ്ടമുള്ള ഏതെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ ഇടയ്ക്കൊന്ന് തുറന്ന് ഈ ചിക്കന്റെ മുകളിലോട്ട് കുറച്ച് എണ്ണ ഇതുപോലൊരു സ്പൂൺ ഉപയോഗിച്ച് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ എന്ന് തന്നെ നമുക്ക് പറയാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്ന്
ജസ്റ്റ് ഒരു 5 മിനിറ്റ് വീതം തിരിച്ചും മറിച്ചും ഇട്ട് കുറച്ചൊന്ന് മുരിയിപ്പിച്ച് എടുത്താൽ മതിയാകും. ഒരുപാട് അങ്ങ് മുരിയിപ്പിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസി ആയ ചിക്കൻ ഫ്രൈ ആണ് വേണ്ടത്. ഇപ്പൊ നമ്മുടെ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിന്റെ കൂടെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബനാനയും പിന്നെ നമ്മൾ ഈ ചിക്കനിന്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ഫില്ലിങ്സിന്റെ ബാക്കി വന്ന കുറച്ച് അതിൽ ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ മയണൈസും കൂടി ആഡ് ചെയ്ത് ഒരു ഡിപ്പ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതും കൂടി വെച്ച് നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് കമന്റ്സ് വഴി അറിയിക്കണം. വീണ്ടും അടുത്ത ഒരു അടിപൊളി റെസിപ്പിയായി വരുന്നത് വരെ ബൈ, ടേക്ക് കെയർ.